ഐഫോണിന് വേണ്ടിയിട്ട് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സ്വന്തം മുത്തശ്ശന്റെ ജീവൻ എടുക്കാൻ എങ്ങനെ സാധിക്കും? കേവലം ആഗ്രഹങ്ങൾക്കും വാസനകൾക്കും വേണ്ടിയിട്ട് മാത്രം രക്തബന്ധത്തെ പോലും തിരിച്ചറിയാത്ത കുട്ടികളുടെ ഇടയിലാണോ നമ്മളിപ്പോൾ ജീവിക്കുന്നത്? ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നതിൽ തെറ്റൊന്നുമില്ല. ആഗ്രഹിച്ച് നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ജീവിതം. പക്ഷെ ആഗ്രഹിച്ച് നേടാൻ വേണ്ടിയിട്ട് രക്തബന്ധത്തെ പോലും അറിയാണ്ട് കൊല്ലാനുള്ള വാസന വരുന്നുണ്ടല്ലോ, അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇവിടെ ഈ 8ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി തൻ്റെ ഐഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് തൻ്റെ മുത്തശ്ശനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തിരിക്കുക. അതോ ക്ലാസ്സിൽ പഠിക്കണ കൂട്ടുകാർക്ക് തന്നെ. എന്നാൽ കൂട്ടുകാർക്ക് ബോധമില്ല. കൂട്ടുകാർ ആരും ഇല്ലാത്തപ്പോൾ വീട്ടിൽ വന്നിട്ട് മുത്തശ്ശനെ കെട്ടിയിട്ടിട്ട് കൊന്നിരിക്കുക. എന്നിട്ട് വീട്ടിലെ സ്വർണം കവർന്നെടുത്തിട്ട് അത് പോയി വിറ്റു. എന്നിട്ട് ആ പൈസയും കൊണ്ട് ഇവളെ കൊണ്ട് ഏൽപ്പിച്ചു. അത് മാത്രമല്ല, കൊല്ലുക മാത്രമല്ല, ഈ കൊല്ലുന്നത് ആ പെൺകുട്ടി വീഡിയോ കോളിലൂടെ കണ്ട് രസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ചെറിയ മാനസികാവസ്ഥയൊന്നുമല്ല. ഇങ്ങനെയാണോ ഇപ്പോഴത്തെ ചെറിയ പിള്ളേരുകളൊക്കെ? ഇതാണോ ജെൻസി? എന്തായാലും പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയും അതും ഒരു പെൺകുട്ടി ആയതുകൊണ്ട് നിയമത്തിന്റെ ഇളവ് നന്നായിട്ട് തന്നെ കിട്ടും. 14 ദിവസം എന്തായാലും റിമാൻഡിൽ കിടക്കും. അത് കഴിഞ്ഞിട്ട് ജുവനൈൽ ഹോമിലേക്ക് മാറ്റുമായിരിക്കും. ജുവനൈൽ ഹോമിൽ എങ്ങനെ പോയാലും ഒരു 5 വർഷം കിടക്കുമായിരിക്കും, തിരിച്ചു വരും. വീണ്ടും പഴയ പോലെ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിലോ? ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് എന്തിനാ ജുവനൈൽ ഹോം, എന്തിനാ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യം? ആ നിയമം തന്നെ പാടില്ല. കുറ്റം ആര് ചെയ്താലും കുറ്റമാണ്. അത് പ്രായപൂർത്തിയായാലും പ്രായപൂർത്തിയായിട്ടില്ലെങ്കിലും അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കുക തന്നെ വേണം. അപ്പൊ ആ ഒരു ന്യൂസാണ് മെയിനായിട്ട് ഇന്നെന്തായാലും എല്ലാ പേപ്പറിലും ഉള്ളത്. വയോധികന്റെ വധം, കൊച്ചുമകൾ കസ്റ്റഡിയിൽ. അരിപ്പാടിലെ കരുവാറ്റൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പെൺകുട്ടി ഈ മുത്തശ്ശനെ കൊന്നിട്ട് ആരെയും അറിയിച്ചിട്ടും കൂടിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്തുള്ള വീട്ടിൽ മുത്തശ്ശനെ കാണുവാനില്ല, മുത്തശ്ശന് എന്തോ സംഭവിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആൾക്കാരെ ഈ പെൺകുട്ടി വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, എന്നാലും വീഡിയോ കോളിലൂടെ കൊലപാതകം കണ്ട് രസിച്ചു എന്ന് പറയുമ്പോഴുള്ള മാനസികാവസ്ഥ, അത് കേട്ടപ്പോഴാണ് എനിക്ക് പേഴ്സണലി നല്ലൊരു ഷോക്കായത്. ജസ്റ്റിസായ കമാൽ ബാഷ ഇതിനെതിരെ ഒരു ആനുകൂല്യം കൊടുക്കരുത് എന്നുള്ളൊരു ന്യൂസും കൂടി എന്തായാലും ഇവിടെ ആദ്യം കൊടുത്തിട്ടുണ്ട്. കൊടും കുറ്റവാളികൾക്ക് പ്രായക്കുറവിൻ്റെ ആനുകൂല്യം അരുത് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ശരിയാ, ആനുകൂല്യത്തിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ കേരള കൗമുദിയിൽ അതേ ന്യൂസ് തന്നെ ഒരു കാർട്ടൂൺ രീതിയിലുള്ള ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത് വീട്ടിൽ ആരുമില്ലെന്ന് പെൺകുട്ടി കാമുകനെ വിളിച്ച് പറയുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഷോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് കാമുകൻ സുഹൃത്തുക്കൾക്കൊപ്പം എത്തുന്നു. ഒരാൾ എക്സോസ്റ്റ് ഫാനിൻ്റെ ദ്വാരത്തിലൂടെ വീട്ടിലേക്ക് കയറുകയാണ് ചെയ്തിരിക്കുന്നത്. അകത്തെത്തിയ ശേഷം പുറത്ത് നിൽക്കുന്നവർക്കായി പിന്നാലെ വാതിൽ തുറക്കുന്നു. പ്രതികൾ ചേർന്ന് ശിവൻകുട്ടിയെ വായിൽ തുണി തിരുകി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു. മർദ്ദന ദൃശ്യമടക്കം പെൺകുട്ടി വീഡിയോ കോളിലൂടെ കാണുന്നു. അതിങ്ങനെ ഒരു കാർട്ടൂൺ രീതിയിൽ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുള്ള ഒരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓണക്കാലമായി ക്ഷേമ പെൻഷൻ വിതരണം എന്തായാലും ഇന്നു മൂലം തുടങ്ങുകയാണ്. എല്ലാവർക്കും അക്കൗണ്ടിൽ വരുന്നൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അക്കൗണ്ടിൽ വരുമോ എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും അക്കൗണ്ടിൽ വരിക എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ഷേമ പെൻഷനായിട്ട് 1105 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇത്രയും പേർക്ക് ക്ഷേമ പെൻഷൻ 1000 കോടി രൂപയുടെ ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. അതിൽ 59 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ 2000 രൂപ വെച്ച് കിട്ടുന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശന് കിട്ടിയല്ലോ. അപ്പൊ കേരള കൗമുദിയുടെ സ്നേഹാദരവ് ഇന്നെന്തായാലും വെള്ളാപ്പള്ളി നടേശന് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എന്തിനാ ഇയാൾക്ക് പത്മഭൂഷൺ കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കണമെന്നും അറിയില്ല. ഇയാൾക്ക് കൊടുത്തതും കൊണ്ട് പത്മഭൂഷന്റെ വില തന്നെ ഇല്ലാതായിപ്പോയി. അതുപോലത്തെ ഒരു മെയിൻ ന്യൂസാണ് വിഴിഞ്ഞം വികസനം ഭൂമി അതിവേഗം. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അത്യാവശ്യം ഓണായതും കൊണ്ട് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം എക്സ്പോർട്ട് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. എക്സ്പോർട്ടിലൂടെയെങ്കിലും നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരെങ്കിലും മെച്ചപ്പെട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ശർക്കര വരട്ടി, ചിപ്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് എക്സ്പോർട്ടിങ്ങിലേക്ക് ഇപ്പോൾ അയച്ചു കൊടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കണ്ടെയ്നറിൽ ഇന്നലെ പോലെ കണ്ടെയ്നർ എല്ലാം ഷിപ്പ് എന്തായാലും 107 രാജ്യത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം എന്തായാലും നടത്തിയെന്നാണ് പറയുന്നത്. ഇമ്പോർട്ട് ചെയ്യണതിൻ്റെ ഉദ്ഘാടനമാണ് VD സതീശൻ നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്യണതിൻ്റെ ഉദ്ഘാടനം എപ്പോഴാണെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം എന്തായാലും എല്ലാം പോയി കഴിഞ്ഞല്ലോ. അതുപോലെ തുറമുഖത്തിൽ വേറെ കമ്പനികൾ തുടങ്ങാൻ 200 ഏക്കർ തുറമുഖം ഏറ്റെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുറമുഖത്ത് എന്തായാലും കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് 100-ലേറെ സംരംഭകർ എന്തായാലും വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസും കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓണക്കാലത്ത് പണമില്ലാത്തവർക്ക് ഓണം സുഭിക്ഷം എന്നുള്ള രീതിയിലാണ് VD സതീശൻ കൊടുത്തിരിക്കുന്നത്. സാമ്പത്തിക ഞെരുക്കം പ്രശ്നമാകില്ലെന്നും എല്ലാവർക്കും ഓണം സുഭിക്ഷമാക്കാൻ സർക്കാർ വേണ്ടത് ചെയ്യുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. അത് ശരിയാണ് എന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം സപ്ലൈകോയിലൂടെ ഇപ്പോൾ നല്ല വില കമ്മിയിൽ എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. വീണ്ടും വെളിച്ചെണ്ണയ്ക്ക് വില കമ്മിയാവുക ചെയ്തിരിക്കണം.
30 രൂപയാണ് ഇപ്പോൾ സപ്ലൈകോയിൽ വെളിച്ചെണ്ണയ്ക്കുള്ളൂ. കടയിലാണെങ്കിലോ 330 രൂപയും 340 രൂപയും വെളിച്ചെണ്ണയ്ക്ക് വാങ്ങുന്നുണ്ട്. അപ്പോൾ 100-120 രൂപയ്ക്ക് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വെറുതെ കിട്ടുകയാണെങ്കിൽ അത് എത്രത്തോളം ലാഭമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ഊഹിക്കാവുന്നത് നല്ലതാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഭരണം നല്ലതാണെന്ന് തന്നെയല്ല നമ്മൾ പറയേണ്ടത്. ഇത്രയും കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വില കുറവിൽ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ അടുത്തൊരു ബിസിനസ് ന്യൂസ് ആണ്, കുതിപ്പിന് ഒരുങ്ങി സ്വർണ്ണവില. സ്വർണ്ണവില ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 1.5 മാസം മുമ്പ് 1,02,000 രൂപയിൽ എത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ 1,14,000 രൂപയിൽ എന്തായാലും സ്വർണ്ണം എത്തിയിട്ടുണ്ട്. ഇനിയും വില കൂടും തന്നെയാണ് പറയുന്നത്. അപ്പോൾ 1,50,000 64,000 രൂപയൊക്കെ ഈ വർഷം ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പലിശ കൂടാനുള്ള സാധ്യത മങ്ങുന്നത് കാരണമാണ് സ്വർണത്തിന് വില കൂടുന്നത്. അതുപോലെ അമേരിക്കൻ ഡോളറിന്റെ ദൗർബല്യം, കേന്ദ്ര ബാങ്കുകളുടെ ശേഖരം ഉയർത്തുന്നു, സുരക്ഷിത നിക്ഷേപം ആവശ്യമേറുന്നു എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ എന്തായാലും കൊടുത്തിരിക്കുന്നത്. പിന്നെ വീണ്ടും തിളച്ച ക്രൂഡ് ഓയിൽ, കാരണം ക്രൂഡ് ഓയിലിന് വില കൂടിയിട്ടുണ്ട്. എന്തായാലും ഓയിലിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ ഇതൊരു നല്ല ഒരു ഇതാണ്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് അത് നെഞ്ചെടുപ്പാണെന്ന് പറയുന്നു. കാരണം എണ്ണ വില തുടർച്ചയായി ഉയർന്നതോടെ ഇന്നലെ രാജ്യത്ത് ഓഹരി വിപണി കനത്ത സമ്മർദ്ദം നേരിട്ടു എന്നാണ് പറയുന്നത്. സെൻസസ് 492.7 പോയിന്റ് ഇടിഞ്ഞ് 77,235.46 എത്തി. നിഫ്റ്റി ആണെങ്കിൽ 132.75 പോയിന്റ് നഷ്ടമാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്നലെ പേഴ്സണലി നോക്കിയപ്പോൾ നിഫ്റ്റി കൂടിയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വേറൊരു വൃത്തികെട്ട ന്യൂസ് ഉണ്ട്. മദ്യപിക്കാനുള്ള പണത്തെ ചൊല്ലി തർക്കം, അമ്മയെ മകൻ തലക്കടിച്ച് കൊന്നു. അപ്പോൾ അമ്മ പണിക്ക് പോയിട്ട് മകനെ ഊട്ടുന്ന ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. 36 വയസ്സായ മകനാണ് 63 വയസ്സായ അമ്മേനെ തലക്കടിച്ച് കൊന്നിരിക്കുന്നത്. ലഹരി കിട്ടാണ്ട് പ്രാന്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് എന്തായാലും അടിച്ചതാണ്. ഇനിയിപ്പോൾ എന്തായാലും ജയിലിലിരുന്ന് മദ്യപിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വിലക്കുറവിൽ ഹിറ്റായി സർക്കാർ വിപണി എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല വെളിച്ചെണ്ണ കാര്യം. അപ്പോൾ വെളിച്ചെണ്ണ മാത്രമല്ല, ചെറുപയറിന് 85 രൂപ, ഉഴുന്നിന് 87 രൂപ, കടല 63 രൂപ, വൻപയർ 68 രൂപ, തോരപ്പരിപ്പ് 83 രൂപ, വറ്റൽമുളക് 130 രൂപ, ജയ അരി 33 രൂപ, കുറുവരി 33 രൂപ, മട്ടരി 33 രൂപ, പച്ചരി 29 രൂപ, വെളിച്ചെണ്ണ 229 രൂപയുള്ളൂ, മല്ലി 45 രൂപ, അതായത് 1/2 കിലോന്. ഇത്രയും വില കമ്മിയിൽ സപ്ലൈകോയിൽ കിട്ടുമ്പോൾ എന്തായിരിക്കും ഇപ്പോൾ കടക്കാരുടെ അവസ്ഥ? എന്തായാലും അത് നല്ലതാണ്. ഇത്രയും വില കമ്മിയിൽ സർക്കാരിന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കടക്കാർക്കും കൊടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സർക്കാരിന് അതെന്തായാലും 3:1 രീതിയിൽ എന്തായാലും അവർക്ക് കിട്ടും കർഷകൻ്റേത്. പക്ഷേ സാധാരണ റീറ്റെയിൽ ബിസിനസ് ചെയ്യണവർക്ക് അങ്ങനെ കിട്ടില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും വില കൂടുന്നത്. അപ്പോൾ ഇന്ന് പാലയിൽ ബോബി ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ അതും കൂടി ഇന്ന് സ്വാസികയും മാണി സി കാപ്പനും കൂടി ഉദ്ഘാടനം ചെയ്യണം. അതിൻ്റെ ന്യൂസും കൂടി ഉണ്ട്. പിന്നെ മനോരമയിൽ തന്നെ വേറൊരു ന്യൂസ് ഉണ്ട്. ന്യൂസ് അല്ല, വലിയൊരു ലേഖനമാണ് കൊടുത്തിരിക്കുന്നത്. കുട്ടി കുറ്റവാളികൾ ഏറുന്നതിന് ഉത്തരവാദി സമൂഹമാണ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് എന്ത് പറ്റി എന്നുള്ള ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ബന്ധുക്കളെ കൊല്ലപ്പെടുത്തുന്ന കുട്ടികൾ, സഹപാഠിയെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്ന കൗമാരക്കാർ, മോഷണവും ലഹരിയും ലൈംഗിക കുറ്റങ്ങളും ശീലമാക്കുന്ന കുട്ടിക്കൂട്ടങ്ങൾ, പേടിപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന നിരാശരാകുന്ന ഇത്തരം സംഭവങ്ങൾ ഇല്ലാതായേ പറ്റുള്ളൂ. ഇതെന്തായാലും ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വേണച്ച ഒരു അഡ്വൈസൊക്കെ സ്കൂളിലൂടെ തന്നെ ചെറുപ്പത്തിൽ കൊടുത്തിട്ട് മനസ്സിലാക്കണം. ഇതിലെന്തായാലും അമ്മയും അച്ഛനും തന്നെയാണ് മക്കൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ അമ്മയും അച്ഛനും വേറെ ഏതോ ലോകത്താണ് എന്നാണ് തോന്നുന്നത്. അപ്പം മക്കൾ ഇങ്ങനെയൊക്കെ ആവുന്നതിൽ വലിയ കുറ്റമൊന്നും എന്തായാലും പറയാൻ പറ്റില്ല. അടുത്തൊരു ബിസിനസ് ന്യൂസാണ്. പാൽ ഉൽപ്പാദനത്തിലൂടെ നിങ്ങൾക്ക് മാസം 65,000 രൂപ ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കൊരു 5 പശു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വരുമാനം 65,000 രൂപയായിരിക്കും. കാരണം ഒരു പശുവിന് ശരാശരി 10 മുതൽ 11 ലിറ്റർ ലഭിച്ച ദിവസം 5 പശു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 ലിറ്റർ പാൽ എന്തായാലും കിട്ടും. ലിറ്ററിന് ഇപ്പം 43 രൂപയാണ്. അപ്പം നിങ്ങൾ സൊസൈറ്റിയിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ദിവസ വരുമാനം എന്ന് പറയുന്നത് 2,170 രൂപയാണ്. അപ്പം മാസം 30 ദിവസം നിങ്ങൾക്ക് എന്തായാലും പാല് കിട്ടും. അപ്പം നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനമോ 65,000 രൂപയായി. പക്ഷെ പശുവിനെ നോക്കാൻ നല്ല ചിലവുണ്ട്. കാരണം തീറ്റ, പച്ചപ്പുല്ല്, വൈക്കോല്, മരുന്ന്, കൃത്രിമ ബീജസങ്കലനം, വൈദ്യുതി, വെള്ളം, തൊഴുത്തിൻ്റെ പരിപാലനം, തൊഴിലാളി കൂലി, പശുവിൻ്റെ പ്രസവ ചികിത്സാ ചെലവ് തുടങ്ങിയവ കുറയ്ക്കണം. തൊഴിലാളികളുടെ ദിവസക്കൂലി ഏകദേശം 1,200 രൂപയാണ്. പക്ഷെ നിങ്ങൾ പാൽ ഉൽപ്പാദനം ചെയ്യുമ്പോൾ ഇതിനെന്തായാലും ഭൂരിഭാഗം ഇത്രയും രൂപ എന്തായാലും പോയി കിട്ടും. അപ്പോൾ ചെലവുകൾ തീർക്കാനുള്ള പണം മാത്രമായിരിക്കും സാധാരണ കിട്ടുക. പക്ഷെ
നിങ്ങൾ ഈ 5 പശുക്കളെ ഒറ്റയ്ക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം 65,000 രൂപ ചില്ലറ എമൗണ്ട് അല്ല. തിങ്ക് അബൌട്ട് ഇറ്റ്. പിന്നെ അടുത്ത സോണിയാഗാന്ധിൻ്റെ ഒരു ഓർമ്മ പുസ്തകം എന്നുള്ള രീതിയിൽ ഒരു പുസ്തകം എന്തായാലും അടുത്ത് തന്നെ റിലീസ് ആവുന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. 1965 കാംബ്രിഡ്ജിൽ വിദ്യാർത്ഥിനിയായിരിക്കെ രാജീവ് ഗാന്ധിയെ കണ്ടുമുട്ടിയതും അതിനുശേഷമുള്ള ജീവിതവും കടന്നു വരുന്ന പുസ്തകത്തിൽ ഇന്ദിരാഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷമുള്ള അനുഭവങ്ങളും ഈ പുസ്തകത്തിൽ എന്തായാലും വിവരിക്കുന്നുണ്ട്. 544 പേജാണ് ഈ പുസ്തകത്തിൽ എന്തായാലും ഉള്ളത്. പുസ്തകത്തിൻ്റെ വിലയൊന്നും എന്തായാലും കൊടുത്തിട്ടില്ല. പിന്നെ ചരമക്കോളമാണ്, അത് പിന്നെ ഒന്നും പറയാനില്ല. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ചരമക്കോളത്തിൽ ഒരു പേജേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ചരമക്കോളം 2 പേജായി. കാരണം അത്രയും ആൾക്കാർ മരണസംഖ്യ ഇപ്പോൾ കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അതും സ്വാഭാവികമായിട്ടുള്ള മരണമാണ് കൂടിയിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ആക്സിഡൻറ്റ് വേറെയുണ്ട്. പിന്നെ കൊലപാതകങ്ങളും ആക്സിഡൻറ്റും ഒക്കെ വേറെയുണ്ട്. ഒന്നും അധികം പ്രായമായവരല്ല, ഒക്കെ 60-ന് താഴെയുള്ള ആൾക്കാരാണ്. അത്യാവശ്യം 23, 24 വയസ്സുള്ളവരും കൂടുതലാണ്. അപ്പോൾ ടെസ്റ്റിൻ്റെ ആദ്യത്തെ ഇന്നിങ്സ് ശ്രീലങ്കയ്ക്കൊപ്പം എന്തായാലും ഇന്ത്യ ജയിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ രണ്ടാമത്തെ ഇന്നിങ്സിൽ ഇന്ത്യ എന്തായാലും 193 റൺസിന് എന്തായാലും നല്ല രീതിയിൽ തന്നെ പൊട്ടിയിട്ടുണ്ട്. ഋഷഭ് പന്തിന് അർദ്ധ സെഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. 4-ാം ദിനം ശ്രീലങ്കയ്ക്ക് 484 ജയിക്കാൻ ഇനി 288 റൺസും കൂടി എന്തായാലും വേണം. അതാണ് മെയിനായിട്ട് സ്പോർട്സ് ന്യൂസിൽ ഇന്നുള്ളൂ. ഇപ്പം IPOൻ്റെ കാലമാണല്ലോ. ഈ മാസം തന്നെ എന്തായാലും 6 IPO വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു IPO കൂടി വരുന്നുണ്ട്. മിൽക്കി മിസ്റ്റിൻ്റെ IPO ആണ് എന്തായാലും തുറക്കാൻ പോകുന്നത്. ഏറ്റവും വില കമ്മിയുള്ള IPO ആണെന്നാണ് എനിക്ക് തോന്നുന്നു. കാരണം 140 രൂപയുള്ളൂ എന്തായാലും ഒരു ഷെയറിന് മിൽക്കി മിസ്റ്റിൻ്റെ വില. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു മിനിമം എന്തായാലും 15,000 രൂപയില്ലാണ്ട് നിങ്ങൾക്ക് എന്തായാലും IPOയിൽ ചേരാൻ പറ്റില്ല. അപ്പോൾ 15,000 രൂപയ്ക്ക് 140 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഷെയർ വാങ്ങാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളും. അപ്പോൾ അങ്ങനെ 30% അധികം മധുരം എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. ആദ്യ ദിവസം തന്നെ കമ്പനിയുടെ വിപണി മൂല്യം 13,000 കോടി രൂപ കടന്നു. ശരിക്കും പറഞ്ഞാൽ IPO തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. IPO മിക്കവാറും 5 ദിവസം ഉണ്ടാവുള്ളൂ. 5 ദിവസത്തിനുള്ളിൽ വാങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. സ്വർണ്ണവില പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൂടിയിട്ട് തന്നെ ആയിരിക്കണം. 1,14,320 രൂപയിലാണ് സ്വർണം. എന്തായാലും കൂടി പോവും. ഗ്രാമിന് 14,290 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ അത്യാവശ്യം പ്രധാന വാർത്തകളൊക്കെ നമ്മൾ എന്തായാലും നോക്കി. അപ്പോൾ പത്രവാർത്താസിൽ നമുക്ക് വീണ്ടും നാളെ കാണാം. ക്യാമറമാൻ ലെബിനൊപ്പം സുവിത്ത്.